In today's session, let's learn the second part of Module 2 of Object-Oriented Programming. In this part, we are going to cover overloading binary operators using friends and manipulation of strings using operators. First, overloading binary operators using friends. So, here, overloading binary operators using friends ആണ്. So, operator overloading function നമ്മളുടെ friend keyword ഇവിടെ use ചെയ്യും. Okay. അതേപോലെ, an overloaded operator friend could be declared in either private or public section of a class. Example നിങ്ങൾക്ക് അത് വ്യക്തമാവും. Okay. So, നമുക്ക് ഒരു example നോക്കാം. So, ഇതാണ് ഒരു example. Overloading greater than sign. That's operator. And that operator is being overloaded using friend function. What is a friend function? അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. Friend function എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മുൻപിൽ നമ്മൾ friend എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഓക്കെ. സോ അതൊരു നോർമൽ ഫംഗ്ഷൻ ആയിരിക്കും. ആ നോർമൽ ഫംഗ്ഷനെ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ, ഈ ഒരു പോർഷൻ. സോ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ test1 എന്ന് പറയുന്ന ക്ലാസ്സിലും test2 എന്ന് പറയുന്ന ക്ലാസിന്റെയും ഫ്രണ്ട് ആണ്. ഓക്കെ. സോ അതിന്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ട് ഈ ഒരു ഓപ്പറേറ്റർ, ഈ ഒരു ഫംഗ്ഷന്റെ ഹെൽപ്പിലാണ് നമ്മൾ ഈ test1 എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള a എന്ന് പറയുന്ന ഇൻറ്റിജറും test2 എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള b എന്ന് പറയുന്ന ഇൻറ്റിജറിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? സോ ക്ലാസ് test1 നമ്മൾ a എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെ? സോ a നെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് test2 b has been declared and we got the value of b. Okay. So, ഇതിൽ രണ്ടിലും നമ്മൾ friend ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ടുണ്ട്. Okay. That means a function is a friend to class test1 and class test2. Okay. So, ഈ friend നമ്മൾ കീവേഡ് കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ അത് നമ്മൾക്ക് കമ്പയർ ചെയ്ത് തരും whether a value is greater than the other. ആ ഒരു കമ്പാരിസൺ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതിയേക്കാണ്. സോ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് 2 values. റൈറ്റ്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൾവേസ് വി നീഡ് 2 values. സോ അതിലെ ഒരു വാല്യൂ test1 നിന്നും നമുക്ക് കിട്ടും, സെക്കൻഡ് വാല്യൂ test2 നിന്നും നമുക്ക് കിട്ടും. സോ വാല്യൂസ് മാത്രം പോരാ, വി ഹാവ് ടു ചെക്ക് ദം. സോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. ക്ലിയർ ആയോ? സോ ഈ ഫംഗ്ഷൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് എ വാല്യൂ ഫ്രം test1 ആൻഡ് വി നീഡ് ദ സെക്കൻഡ് വാല്യൂ ഫ്രം test2. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ. സോ ഇവിടെ നമ്മൾ ക്ലാസ് test1 ന്റെ ഉള്ളിൽ, ഇവിടെ ഇപ്പൊ ക്ലാസ് test2 നേരത്തെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എന്തിനാ നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് ഈ test2 എന്ന് പറയുന്ന ക്ലാസിന്റെ വേരിയബിളിനെ നമ്മൾ test1 ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ബിഫോർ യൂസിങ് ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ്. Right. So, we define ചെയ്തിട്ടില്ല. Instead of that, we have just declared it. So, about test1 variable, the integer, you are getting the value of a, and this is the friend function. And in test2, you are getting the value of b, and the same friend function. Okay. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ friend function. This is the friend function.
So ഇവിടെ void operator greater than sign ആണല്ലോ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്. So operator greater ബ്രാക്കറ്റിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് എഴുതിയിട്ടുണ്ട്. test1 object t1, test2 object t2. Okay, so we are checking t1 dot a greater than t2 dot b question mark. Ternary operator. See out a is big. അല്ല എങ്കിൽ b is big. Okay, so ഇവിടെ t1 dot a t1 ലുള്ള t1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് dot the integer of test1 greater than integer of test2. True ആണെങ്കിൽ a is big, first number is big. ഈ ഒരു condition false ആണെങ്കിൽ b is big. Right? അത് കഴിഞ്ഞിട്ട് main section test1 object t1, test2 object t2, t1 dot get a. നമ്മൾ ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്ത് മെമ്പർ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ് with the help of the object t2 dot get b. So we got the two values t1 greater than t2. The friend function will be executed and then the result will be printed. Okay, എങ്ങനെയാണ് നമ്മൾ friend function വെച്ചിട്ട് operator overloading ചെയ്യുന്നത്? Important question ആണിത്. Okay, ഈ എക്സാമ്പിൾ പഠിച്ചിരുന്നാൽ മതി നിങ്ങൾ. Next is manipulation of strings using operators. So let's see manipulation of strings using operators. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. How the strings can be manipulated. That is strcpy. String 2 ലുള്ള കണ്ടന്റിനെ നമ്മൾ string 1 കോപ്പി ചെയ്യും. Okay, അതേപോലെ string 1 and string 2 ന്റെ കണ്ടന്റിനെ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. അതാണ് strcat. strlen, that is str1 ലുള്ള കണ്ടന്റിന്റെ ലെങ്ത് പ്രിന്റ് ചെയ്യും. strcmp, str1 ലുള്ള കണ്ടന്റും str2 ലുള്ള കണ്ടന്റും നമ്മൾ കമ്പയർ ചെയ്യുന്നു. Return 0 if str1 and str2 are same. Less than 0 if str1 is less than str2 and greater than if str1 is greater than str2. Okay. അടുത്തത് strchr, str1 and ch. ഈ ch എന്ന് പറയുന്ന ക്യാരക്ടർ str1ന്റെ ഉള്ളിലുള്ള സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ഒക്കറൻസ് ആദ്യം എവിടാണ് അതാണ് നമ്മൾ strchr വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അവിടെ ഒരു പോയിന്റർ നിൽക്കും. ആ ഒരു മാർക്ക് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ പോയിന്റ് ചെയ്യാൻ വേണ്ടി കാണും. ഓക്കെ, അതാണ് strchr. നെക്സ്റ്റ് is str1, str2 returns a pointer to the first occurrence of string str2 in string str1. ഇവിടെ നമ്മൾ ക്യാരക്ടർ ആണ്, അതിന്റെ ഒക്കറൻസ് ആണ്, ഫസ്റ്റ് ഒക്കറൻസ് ആണ് മാർക്ക് ചെയ്തത്. ഇവിടെ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ഒക്കറൻസ് മാർക്ക് ചെയ്യുന്നു. Okay, these are the common manipulations which we can do on a string. ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. Write a C++ program to overload plus operator to concatenate two strings. Concatenation means you are mixing up. That is my is there and then one string is my and the next string is self. That means ഇത് നമ്മളുടെ കയ്യിലുള്ള രണ്ട് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ് 1 you are having the string my and string 2 you are having the string self. So you are concatenating. Okay, that is plus and the answer will be myself. Okay, first string in the back second string attach ആവും. അതാണ് myself. So നമ്മൾ ഇവിടെ string വെച്ചിട്ട് string strcat and strcpy we have used. So അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ #include string.h header ഫയലിനെ നമ്മൾ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒപ്പം
attach ചെയ്തത്. Now class name is string, and then you have accepted the string, enter string. Okay, നമ്മുടെ കിട്ടി, and then display the string. രണ്ട് method ഉണ്ട്. First member function accepting the string, and the second member function displaying the string. And this is the concatenation. Plus വെച്ചിട്ട് നമ്മൾ concatenate ചെയ്യുന്നു. അതാണ് manipulation of strings with operators. അതല്ലേ? So ഇവിടെ നമ്മൾ plus എന്ന് പറയുന്ന operator വെച്ചിട്ട് you are going to concatenate. Okay. So this is that particular function or method. String S. നമുക്കറിയാം ഇതിനെല്ലാം നമ്മൾ object യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? So objectന്റെ helpൽ you have concatenated it. Okay. And then in the main section, string str1, str2 and str3. Two strings have been accepted. See, string 1 my accept ചെയ്തു, string 2 self accept ചെയ്തു. Okay. അത് കഴിഞ്ഞിട്ട് ഒരു dotted line വരണം. അതിനാണ് ഈ ഒരു dotted line. And then cout print the first string. ആദ്യ string print ചെയ്യാം. ആ ഒരു statement print ചെയ്യാം. Okay. cout first string is print ചെയ്ത ശേഷം നമ്മൾ ആ ഒരു first string my എന്നുള്ളത് print ചെയ്യും. And then second string is എഴുതി വന്നിട്ട് you are printing the second string is being printed, that is self print. Again align, and then here concatenation my plus self. str1 you are having the first string, and str2 you are having the second string, and they have been concatenated with the help of the operator, and then that concatenated string has been displayed. Okay, myself last displayed. So this is overloading plus operator to concatenate two strings. അല്ലെങ്കിൽ manipulation of strings using operators. Okay, okay, important questions ആണ്. Regular ആയിട്ട് ചോദിക്കുന്ന questions ആണ്. ഈ example എഴുതി വെച്ചാൽ മതി. Okay. So in today's class, we covered overloading operators using friend function and manipulation of strings using operators. Important question ആണ്. യൂണിവേഴ്സിറ്റിയിലെ എക്സാമിന് ചോദിക്കുന്ന questions ആണ്. Hope it was clear for you. Thank you.